നമസ്കാരം. ലേഡീസ് അവറിലെ ജ്യോതിഷങ്ങളുടെ കാണാപ്പുറങ്ങൾ തേടുന്ന യാത്രയുടെ ഇടയിൽ നമ്മൾ കഴിഞ്ഞ തവണ ശനിയുടെ പരിഹാരങ്ങളും അതിൻ്റെ പ്രതിവിധികളെക്കുറിച്ച് സാറുമായിട്ട് സംവാദിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ തുടർ പോം വഴികളും പ്രശ്നപരിഹാരങ്ങളുമായി നമ്മുടെ KV സുഭാഷ് തന്ത്രി സാറ് ഇന്നിവിടെ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്കതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ സാറുമായിട്ട് ചോദിക്കാം. നമസ്കാരം സർ. കഴിഞ്ഞ അവസരത്തിൽ നമ്മൾ പറയുണ്ടായി ശനി ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയെല്ലാം ബാധിക്കുന്നുണ്ട്, അതിൻ്റെ നല്ലതും ചീത്തയും. എല്ലാവരും കൂടുതലും ശനിയെ മോശമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവമാണ് സാർ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു കൊടുക്കുകയുണ്ടായത്. അപ്പോൾ അതിൻ്റെ തുടർ പരിഹാരങ്ങളുമായിട്ട് നമ്മുടെ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യാണ്. സാർ അതിനെക്കുറിച്ച് വിശദീകരിക്കും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് അശ്വതി ഭരണി കാർത്തിക കാലം ചേർന്ന മേടക്കൂറുകാരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ശനി 8-ൽ നിന്ന് ശനി 9-ലേക്കുള്ള ഭാവപകർച്ചയാണ് നടന്നിരിക്കുന്നത്. 9-ൽ വരുന്ന ശനി വേറെ രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള ദോഷഫലങ്ങളൊന്നും ആർക്കും കൊടുക്കുന്നില്ല, ഏത് രീതിയിലുള്ള ആചാര്യന്മാർ കണക്ക് കൂട്ടിയാലും. അതേപോലെ കാർത്തിക മുക്കാല് രോഹിണി മകയിരം ആദ്യപാദം ചേർന്ന ഇടവക്കൂറുകാർക്ക് ശനി അഷ്ടമത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. അതായത് 7-ൽ നിന്ന് കണ്ടകശനി 8-ലേക്ക് മാറി. അപ്പോൾ മറ്റുള്ള ആചാര്യന്മാരുടെ കണക്കനുസരിച്ച് അഷ്ടമശനിയാണ് കഷ്ടപ്പെടുത്തി ഒരു പരിവാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളുടെ കൺസെപ്റ്റ് അനുസരിച്ച് അഷ്ടമത്തിലേക്ക് മാറിയിരിക്കുന്ന ശനി ഗുണവാനായിരിക്കും. ആ 2.5 വർഷം തീർച്ചയായിട്ടും ഒരുപാട് ധനധാന്യങ്ങളും സമ്പത്തും എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു ശനി തന്നെയായിരിക്കും. അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അത് തന്നെ 10 മാസം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഫലങ്ങളിലേക്ക് വന്നു തുടങ്ങുള്ളൂ. പിന്നെ ശനി എന്ന ഗ്രഹത്തിൻ്റെ ദശാകാലം 19 വർഷമാണ്. അപ്പോൾ ശനി മാറിക്കഴിഞ്ഞാൽ വീണ്ടും 19 ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ ഗ്രഹം മാറുമ്പോഴും അതിൻ്റെ ദശാകാലം എത്ര വർഷമാണോ അത്രയും ദിവസം കൂടി അതിലേക്ക് വരും. അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ അഷ്ടമത്തിലേക്ക് വരുന്നു ശനി. പിന്നീട് മകരം 2-ാം പാദം, തിരുവാതിര, പുണർദം മുക്കാല് ചേർന്ന മിഥുനക്കൂറുകാർക്ക് അവർക്ക് ശനി 7-ലേക്ക് വരികയാണ്. 7-ലേക്ക് വരുമ്പോൾ കണ്ടകശനി കാലഘട്ടമാണ്. അപ്പോൾ കണ്ടകശനി കാലഘട്ടമായാലും 7-ര ശനി കാലഘട്ടമായാലും അഷ്ടമശനി കാലഘട്ടമായാലും ശനിയുടെ ദശാകാലമായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശനിയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ശനിയുടെ മൂലമന്ത്രം ജപിക്കുക, അതാണ് ശരിക്കുള്ള ശനിയുടെ മൂലമന്ത്രം. അപ്പോൾ പല ബുക്കുകളിൽ അത് തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം അങ്ങനെ പറഞ്ഞിട്ടാണ്, അതായത് ശനിയെ ആഭാസ എന്ന് വിളിച്ചിട്ടുള്ള രീതിയിലാണ് മന്ത്രം മുന്നോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഗുണം കിട്ടാത്തതിൻ്റെ കാരണം ഈ മന്ത്രമെല്ലാം കറക്റ്റായിരിക്കണം, ഒരു ബീജാക്ഷരം പോലും തെറ്റാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്ക് തന്നെ തെറ്റിപ്പോകുമ്പോൾ ശരിക്കും നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നതെന്നുള്ളത്, അതായത് പണ്ട് ഒരു ആൾക്ക് സിദ്ധി കൊടുത്ത പോലെയാണ്, കൊണ്ടുപോയി കുശ്മാണ്ഡം എന്ന് പറഞ്ഞപ്പോൾ അത് മന്ത്രമായി മാറി എന്ന് പറഞ്ഞ പോലെ അതേപോലെയാണ് ചില ആചാര്യന്മാർ എന്ത് കൊടുത്താലും അത് മന്ത്രം ആയിക്കോളും എന്നുള്ളൊരു ധാരണയിലായിരിക്കും ഇതൊക്കെ പിന്നീട് വന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഈ മിഥുനക്കൂറുകാർക്ക് ശനി 7-ലേക്കാണ് വരുന്നത്. അപ്പോൾ കണ്ടകശനി കാലഘട്ടമാണ്. അങ്ങനെ കണ്ടകശനി കാലഘട്ടം വരുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ടെൻഷനായിരിക്കും എന്ന് എഴുതിയിട്ട് വേറെ ഒരുപാട് ദോഷങ്ങളൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ഈ ദോഷങ്ങൾ സംഭവിക്കുന്നത് കണ്ടകശനിയുടെ ദോഷം കൊണ്ടൊന്നുമല്ല, അല്ലാതെ കണ്ടിട്ട് നമ്മൾ പല പ്രോഗ്രാമിലും പറയുന്ന പോലെ നെഗറ്റീവ് എനർജികൾ കയറുമ്പോഴാണ് ശരിക്കും ഒരു മനുഷ്യനെ പിന്നിലേക്ക് വലിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ പലരും വന്നിട്ട് പറയുന്നുണ്ട് വ്യാഴദശയായിരുന്നു ഒന്നും കിട്ടിയില്ല, വ്യാഴം തന്നില്ല എന്ന് പറയും. വ്യാഴത്തിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. കാരണം വ്യാഴദശയായിരുന്നു ആ ഒരു കാലഘട്ടം ഒരു 2-3 വർഷം കടന്നു പോയി കഴിഞ്ഞ സമയത്ത് നമുക്ക് അതിൻ്റേതായ ഗുണങ്ങളൊന്നും വരാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പിന്നിൽ എന്തോ ഒരു അദൃശ്യ ശക്തികൾ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. ആ വലിക്കുന്ന ശക്തികൾ ഏതാണോ അതിനെല്ലാം എടുത്തു മാറ്റാൻ കഴിവുള്ള ഒരു ആചാര്യൻ്റെ അടുത്ത് പോയി ഇത് മാറ്റിയാൽ മാത്രമേ വ്യാഴദശ നമുക്ക് ആ ഗുണഫലമായിട്ട് അനുഭവിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ വ്യാഴദശ 16 വർഷം കടന്നുപോയി ഒരു ഗുണം ഉണ്ടായിരുന്നില്ല, ദോഷമായിരുന്നു പറയുമ്പോൾ അവൻ ജീവിതത്തിൽ ബോധത്തോടുകൂടി ജീവിച്ചില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ദശ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് നമ്മളുടെ കഴിവനുസരിച്ച് വരാൻ സാധിക്കുന്നില്ലെങ്കിൽ, പഠിക്കുന്ന കുട്ടികൾക്കായാലും അതിനനുസരിച്ച് വരാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ അതിനനുസരിച്ച് യോഗ്യത ഉണ്ട് അതിനനുസരിച്ച് എത്താൻ പറ്റുന്നില്ലെങ്കിൽ, ഇതെല്ലാം നമ്മളെ പിന്നിലേക്ക് വലിക്കാൻ, അതായത് നമ്മൾ മുന്നോട്ട് ഓടുന്ന സമയത്ത് പിന്നിൽ നിന്നൊരാൾ ഷട്ടിൽ പിടിച്ച് അല്ലെങ്കിൽ സായിൽ പിടിച്ച് വലിക്കുന്ന പോലെ ഈ അദൃശ്യ ശക്തികൾ പിന്നിലേക്ക് വലിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് കുതിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടത്തിൻ്റെ വേഗം കുറയുന്നത്. ആ ഒരു കണക്കിൽ തന്നെ നമ്മൾ ചിന്തിച്ച് പോയാൽ മാത്രമേ നമ്മളുടെ ജീവിതം നമുക്ക് തന്നെ, ഞാനെപ്പോഴും പറയുന്നുണ്ട്, നമ്മളുടെ ജീവിതം നമുക്ക് എന്ന് ചിന്തിച്ച് പോകുന്ന ആരായിരുന്നാലും എൻ്റെ അടുത്ത് വന്നാൽ തീർച്ചയായിട്ടും അവർ നമുക്ക് വിജയപാദത്തിൽ എത്തിക്കാൻ സാധിക്കും. അതിലൊരു മാറ്റവും ഇല്ല. നമ്മൾ വെറുതെ വന്നിട്ട് ഈ ആളുകളെ പരസ്യത്തിന് കൊണ്ടുവന്ന് അവരെ കൊണ്ട് കാണിച്ച് ആ ഒരു പരിപാടി നമുക്കില്ല. നമ്മളുടെ അടുത്ത് വന്ന് പോകാമെന്ന് പറഞ്ഞാൽ ആ ഗുണഭോക്താക്കൾ ഇഷ്ടം പോലെ ആളുകളുണ്ട്, ആര് വേണമെങ്കിലും അവർ വന്ന് പറയാനും തയ്യാറാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പരസ്യ മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നില്ല. അതായത് ഇത് ദൈവികമാണ്. ഇതിൽ പൂർണ്ണ മനസ്സോടെ വിശ്വസിച്ച് വരുന്ന ഏതൊരാൾക്കും നമ്മൾ ഫലം കൊടുക്കുന്നുണ്ട്. അല്ലാതെ പകുതി മനസ്സോട് വരുന്ന ഒരു പാർട്ടിയിൽ നമ്മൾ വരണ്ടെന്ന് തന്നെ പറയുന്നത്. നമുക്ക് ആരുടെ അധ്വാനിക്കാത്തൊരു പൈസ നമുക്ക് വേണ്ട. അതായത് നമ്മളുടെ പൂജാവിധികളെല്ലാം ആൾ നേരിട്ട് വന്നാൽ മാത്രമേ ചെയ്തു കൊടുക്കുള്ളൂ.
അല്ലാതെ കണ്ടിട്ട് പൈസ നിങ്ങൾ അക്കൗണ്ടിൽ അടച്ചു തന്നോളൂ, ഞാനിവിടെ ചെയ്യാമെന്ന് പറയുന്നൊരു പരിപാടിയില്ല. അതിനൊരു രസകരമായൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരാൾ എന്നെ ഗൾഫിൽ നിന്ന് വിളിച്ചു. ആൾ പറഞ്ഞു, എനിക്കിങ്ങനൊരു ദോഷമുണ്ട്, അപ്പോൾ ഒന്ന് പൂജാപരിഹാരം ചെയ്തു തരുമോ? പ്രോഗ്രാമൊക്കെ കണ്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് സാറിൻ്റെ, അതുകൊണ്ടൊന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കൾക്ക് നേരിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അല്ല, സാറിന് ഞാൻ പൈസ അയച്ചു കൊടുത്താൽ ചെയ്യാറ്, അപ്പോൾ അങ്ങനെ ചെയ്തുകൂടെ? ഞാൻ പറഞ്ഞു, ഇവിടെ ആ ഒരു പരിപാടിയില്ല. നമുക്ക് ആരെങ്കിലും ഒരാളുടെയെങ്കിലും പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരാം, നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാത്ത കളിയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, അതിന് നമ്മൾ തയ്യാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ കേൾക്കുന്നത്. അതായത് ഒത്തിരി ആചാര്യന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട്, എല്ലാവർക്കും പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്, റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസൾട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാ, എന്നിട്ട് നിങ്ങൾ പറയും പറ്റിച്ചെന്നും പറയും, അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ എൻ്റെ ഉത്തരവാദി എന്ന് ചോദിച്ചു. അങ്ങനെ ആൾ നമ്മളുടെ അടുത്തേക്ക് പൂജയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു 3ാമത്തെ പ്രാവശ്യം ശ്രമിച്ചപ്പോഴാണ് ആൾ പൂജയിലേക്ക് എത്തി. അങ്ങനെ പൂജയ്ക്ക് വന്ന് ആൾ വളരെ ത്രില്ലടിച്ചപ്പോൾ ആൾ പറഞ്ഞു, പുള്ളി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആളൊരു വർഷത്തിൽ 4 പ്രാവശ്യമെങ്കിലും പൂജ ചെയ്യും. അത് നമ്മൾ ഞെട്ടിച്ചളഞ്ഞൊരു കാര്യമാണ്. കാരണം സാധാരണ ഒരു കസ്റ്റമർ വന്നു കഴിയുമ്പോൾ ഒരു പ്രാവശ്യം ഈ ദോഷങ്ങൾ മാറ്റണം എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ എന്ന് പറഞ്ഞ് ഓടിപ്പോണ കാലഘട്ടത്തിൽ ഒരാൾ വന്നിട്ട് പറയുന്നു, ഞാൻ ഒരു വർഷത്തിൽ 4 പ്രാവശ്യം പൂജ ചെയ്യും. അത് വലിയ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരാളുടെ അടുത്താണ് ചെയ്യുന്നത്. 3 പ്രാവശ്യം ആൾ പൈസ അയച്ചു കൊടുക്കും, 4ാമത്തെ പ്രാവശ്യമാണ് ആൾ വന്ന് കർമ്മത്തിലിരിക്കും. അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരാം, അങ്ങനെ 4 പൂജ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പിന്നെ ഇതിന് നമ്മളുടെ അടുത്ത് വന്നേന്ന്. അപ്പോൾ ഈ 4 പൂജ ചെയ്തുകൊണ്ടിരുന്നിട്ട് ആളുടെ മകള് ഡോക്ടർക്ക് പഠിക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് നല്ല രീതിയിൽ പഠിച്ച് കയറാൻ പറ്റുന്നില്ല, ഏത് സമയം തലവേദന, പിന്നെ പീരീഡ്സ് നിൽക്കുന്നില്ല, അതാണ് വരാനുള്ള കാരണം. അപ്പോൾ നമ്മളുടെ അടുത്ത് വന്ന് ഈ കർമ്മം എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ പീരീഡ്സ് ആ കാര്യമെല്ലാം ക്ലിയറായി, കുട്ടിയുടെ പഠനത്തിൻ്റെ ബുദ്ധിമുട്ട് മാറി. അപ്പോൾ ആളന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ 4 പൂജ ഒരു വർഷം ചെയ്യാൻ കാരണം? അപ്പോൾ ആൾ പറഞ്ഞു, എൻ്റെ അച്ഛനാണ് എന്നെ ഇങ്ങനെ പഠിപ്പിച്ചത്. ആൾ ബിസിനസ്സുകാരനാണ്, അത് ഗൾഫിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന നല്ല ഇൻകം വരുമാനമുണ്ട്. അപ്പോൾ ആൾക്ക് രാഹുകാലമായിരുന്നു. പക്ഷേ ഈ രാഹുകാലത്തിൽ സാധാരണ രീതിയിൽ ഒരാളെല്ലാം തകർന്ന് അടിഞ്ഞു പോയിട്ട് വീണ്ടും വ്യാഴത്തിൽ റിവേഴ്സ് ആവുന്ന ഒരു സമയമാണ്. പക്ഷേ ഇയാളെ സംബന്ധിച്ച് ഈ രാഹുകാലത്തിൽ അടിഞ്ഞു പോയില്ല. അപ്പോൾ അയാൾ പൂജ ചെയ്തതിന് ഫലം അവിടെ ഉണ്ടായിരുന്നു. ഈ ബാധാദോഷം മാറാത്തതുകൊണ്ടാണ് കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത്. എന്നിരുന്നാലും അയാൾക്ക് സ്റ്റാൻഡിങ് വിട്ട് താഴേക്ക് പോയില്ല. പൈസ ഒത്തിരി നഷ്ടം വന്നിരുന്നു പറഞ്ഞു. കാരണം ആവശ്യമില്ലാത്ത ബിസിനസ്സിലൊക്കെ ചാടി ഒറ്റയടിക്ക് തന്നെ 30 ലക്ഷം 40 ലക്ഷം കളഞ്ഞിട്ടുണ്ട്. അത് രാഹുവിൻ്റെ ഒരു കാലഘട്ടം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ആൾ പൂജ ചെയ്തതിന് ഫലം ഉണ്ടായിരുന്നു നമ്മളെ കാണിച്ചു തന്നു. അപ്പോൾ പലരും പറയുന്ന പോലെ പൂജ എല്ലാം തട്ടിപ്പാണ്, ഹോമം തട്ടിപ്പാണ്, പരിഹാരങ്ങളെല്ലാം വെറുതെ പറയുന്നതാണ്, ക്ഷേത്രങ്ങളിൽ പോയിട്ട് വെറുതെ നാരായണായ നമ ജപിച്ചാൽ മതി, നമ ശിവായ ജപിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പലരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത്, ഈ പറയുന്നവന് എന്ത് വേണമെങ്കിലും പറയാം, അവൻ്റെ ജീവിതം അവനിങ്ങനെ ഇരുന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജീവിക്കാനുള്ള കിട്ടുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ജീവിക്കാനായിട്ട് ഈ നാരായണായ നമ പറഞ്ഞതുകൊണ്ടോ നമ ശിവായ പറഞ്ഞുകൊണ്ടോ നമ്മുടെ ജീവിതം എത്തില്ല. അപ്പോൾ എത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പരിഹാരത്തിലേക്ക് വന്നാൽ മാത്രമേ ഇത് പൂർണ്ണമാവൂ. അപ്പോൾ ഇതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് മിഥുനൻ രാശിക്കാരൻ്റെ സംഭവമാണ്. അപ്പോൾ മിഥുനൻ രാശിയിൽ സംഭവിക്കുന്നത് ഈ പറഞ്ഞ ടെൻഷനും കാര്യം ഉണ്ടാവും. അങ്ങനെ ടെൻഷനും കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ശനിസ്തവം എന്ന മന്ത്രം വൈകിട്ട് 3 പ്രാവശ്യം ജപിക്കുക. പിന്നെ അതുകൂടാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരു നാളികേരം നിങ്ങൾ തന്നെ വീട്ടിൽ 2ആയിട്ട് ഉടച്ചിട്ട് അതിൻ്റെ അകത്ത് വെറുതെ നൂല് വേണ്ട, ഈ തുണി കൊണ്ട്, പണ്ട് കാലങ്ങളിലൊക്കെ തിരുത്തുണി തീർക്കാമെന്ന് പറയും, തിരുത്തുണി കൊണ്ട് തെറുത്ത് 2 ഉണ്ടയായിട്ട് ഈ നാളികേര മുറികളിൽ 2ലും വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ച്, വിളക്കെണ്ണ ഒന്നും ഒഴിക്കരുത്, നല്ലെണ്ണ ഒഴിച്ച് നമ്മൾ തന്നെ ദീപം കൊളുത്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പൂജാമുറിയിലോ ഫോട്ടത്തിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ വെറുതെ ശുദ്ധമായ വിളക്കിൻ്റെ മുമ്പിലോ എവിടെയെങ്കിലും അങ്ങനെ 2 സ്ഥലത്ത് ഇടത്തും വലത്തും വെച്ചിട്ട് നമ്മൾ ഈ ശനിസ്തവ മന്ത്രം 3 പ്രാവശ്യം ജപിച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ അതെല്ലാം കത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നാളികേര മുറിയിൽ കരി ഉണ്ടാവും, എണ്ണയോടുകൂടി കരി ഉണ്ടാവും. ഈ കരി പിന്നീടുള്ള ദിവസങ്ങളിലേക്ക് ഒരു ഇലയിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും പ്രസാദമായിട്ട് തൊടാൻ സാധിക്കും. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. അപ്പോൾ ഇത് ശനിക്കുള്ള ഏറ്റവും നല്ല പരിഹാരമാണ്. അതാണ് നീരാഞ്ജനം. നീര എന്നാൽ നാളികേരം, അഞ്ജനം എന്നാൽ കൺമഷി. അപ്പോൾ നീരയിലുള്ള കൺമഷിയാണ്. ഇതാണ് ശരിക്കുള്ള നീരാഞ്ജനം. ഈ നീരാഞ്ജനത്തിന് തന്നെ പല വിവക്ഷകളുണ്ട്. അതായത് നമ്മൾ ഈ ആഹുതി ചെയ്യുമ്പോഴും കർപ്പൂര നീരാഞ്ജനം എന്ന് തന്നെ പറയുന്നത്, കർപ്പൂരം കത്തിച്ചിട്ട് ഒഴിയുമ്പോഴും കർപ്പൂര നീരാഞ്ജനം, സാക്ഷാൽ ദീപദർശനം നമഃ എന്ന് തന്നെ പറയും. ആ നീരാഞ്ജനം വേറൊരു കൺസെപ്റ്റാണ്. ഈ നീരാഞ്ജനം എന്ന് പറയുന്നത് നമുക്ക് തൊടാനുള്ള കൺമഷി തന്നെയാണ്. അപ്പോൾ ശനിയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനും അവനവനിൽ തന്നെ ശനിയെ പ്രോജ്വലിപ്പിച്ചെടുത്തിട്ട് നമ്മളിലേക്ക് ഉയർച്ച വരുത്താനുള്ള എല്ലാ കഴിവും ഭഗവാൻ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശനിയുടെ ഒരു കാലം വരുമ്പോൾ, എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ശനിയുടെ ഒരു കാലം വരുമ്പോൾ ആരും ഭയപ്പെട്ട ഓടേണ്ട ഒരു കാര്യമില്ല. കാരണം ഞാനിത് പറയാൻ കാരണം എൻ്റെ നാള് കാർത്തിക മുക്കാലാണ്, ഇടവക്കൂറാണ്. അപ്പോൾ എനിക്ക് ഈ കാലഘട്ടം എല്ലാം കണ്ടകശനി കാലമായിരുന്നു. അപ്പോൾ ഈ കണ്ടകശനി കാലം അനുഭവിച്ച് പോയ ആൾ തന്നെയാണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്കുള്ള സംഭവം എന്ന് വെച്ചാൽ ടെൻഷൻ ഉണ്ടാവും. കണ്ടകശനി കാലമാണ്, ആവശ്യമില്ലാത്ത ടെൻഷൻ എല്ലാം കയറി വരും. ഇത് കയറി വരുമ്പോൾ നമ്മളും ഭഗവാനോട് ഈ മൂലമന്ത്രം ചൊല്ലി തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഇതങ്ങ് കുറയും. അപ്പോൾ അങ്ങനെ എനിക്ക് മാത്രമല്ല, അങ്ങനെ നമ്മളുടെ ബന്ധപ്പെട്ടിരിക്കുന്ന ആർക്കായാലും ടെൻഷൻ കാര്യം എന്ന് പറയുമ്പോൾ ചെല്ലിക്കൊള്ളാൻ പറയും. അവരെ സംബന്ധിച്ച് ഇത് ഫലിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആവശ്യമില്ലാതെ കണ്ടിട്ട് ഈ പറഞ്ഞ ശനിയുടെ പകർച്ചയാണ്, ശനി നമ്മളെയും കൊണ്ട് പോകുമെന്നൊന്നും ഒരാളും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഇത്രയും വിശദമാക്കുന്നതിൻ്റെ കാരണം.
പിന്നെ ഇതുകൂടാതെ തന്നെ പുണർതം കാല് പൂയം ആയില്യം ചേർന്ന കർക്കിടകൂറുകാർക്ക് ശനി 6ലേക്കാണ് വരുന്നത്. 6ലേക്ക് ശനി ഗുണവാനാണ്. അതെല്ലാവരും ഗുണവാനെന്ന് തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സന്തോഷിക്കാവുന്നൊരു കാലഘട്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് മകം പൂരം ഉത്രം കാല് ചേർന്ന ചിങ്ങക്കൂറാണ്. ഈ ചിങ്ങക്കൂറുകാർക്ക് ശനി 5ലേക്കാണ് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് കണ്ടകശനി മാറിയിട്ട് വരുന്നൊരു കാലഘട്ടമാണ്. അവർക്കും സന്തോഷിക്കാവുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അത് കഴിഞ്ഞ് വരുന്നത് ഉത്രം മുക്കാല് അത്തം ചിത്തിര ആദ്യപാദം ചേർന്ന കന്നിക്കൂറുകാരാണ്. അവർക്ക് ശനി 3ൽ നിന്ന ശനി ഗുണവാനായിരുന്ന ശനി 4ലേക്ക് മാറുകയാണ്. അപ്പോൾ കണ്ടകശനി കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ ടെൻഷനും കാര്യങ്ങളെല്ലാം വരും. കുറച്ച് ദുരിതപൂർവമായൊരു കാലഘട്ടമായിരിക്കും. അതിന് നമ്മൾ ശനി പ്രീതി തന്നെ വരുത്തണം. അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമ്മളിലേക്ക് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിത്തിര 2ാം പാദം ചോതി വിശാഖം മുക്കാല് ചേർന്ന തുലാക്കൂറുകാർക്ക് ശനി 7 ശനിയുടെ പിടിവിട്ടിട്ട് മിഥുന രാശിയിലേക്ക് പോകുമ്പോൾ 3ലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. 3ലേക്ക് പോകുമ്പോൾ ഗുണസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇതെല്ലാം എഫക്ഷൻ പൂർണ്ണമായിട്ട് വരണമെങ്കിൽ 10 മാസം കൂടി ചിന്തിച്ചോളണം. അപ്പോൾ നമ്മളിത് സാധാരണ രീതിയിൽ പറയുന്ന പോലെ തന്നെ പറഞ്ഞങ്ങ് പോകും. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണത എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈ 10 മാസം കൂടി പിന്നിലേക്ക് ഇറക്കിയാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണത വരുള്ളൂ. അതേപോലെ തന്നെ കണ്ടകശനി വരുന്നത് അതേപോലെ വരുള്ളൂ. ഈ ഓടിച്ചാടി ഇത് വരാനും പോകുന്നില്ല, അതേപോലെ ഓടിച്ചാടി പോകാനും പോകുന്നില്ല. എന്നാലും മറ്റുള്ള എല്ലാ ഇപ്പോൾ ചാനലുകളിലും അതേപോലെ ജ്യോതിഷമാസികളിലെല്ലാം ഇതിനെക്കുറിച്ച് വളരെ നമ്മളിതൊരു സിമ്പിളായിട്ട് കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ അവരെല്ലാം വളരെ കൂലങ്കലുഷിതമായിട്ട് ചർച്ചകളും കാര്യങ്ങളും ഭയപ്പാടും ഭയപ്പെടുത്തലും ഇങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ചില വിദ്വാൻമാർ ശനിയുടെ ദോഷം തീർക്കുന്നതിനുള്ള ശനി പൂജകളും അങ്ങനെ ആ ശനി പൂജ എന്ന് പറഞ്ഞാൽ ശനിക്ക് പൂജ കൊടുത്താൽ മതി. അതായത് ശനീശ്വരനെ പ്രീതിപ്പെടുത്താനായിട്ട് ശനിയെ തന്നെ ഇപ്പോൾ നമ്മളൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. ബിസിനസ്സുകാർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. കാരണം ശനി എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരനാണ്. അപ്പോൾ കച്ചവടക്കാരൻ ഗതിയില്ലാതൊക്കെ നടക്കുന്നുണ്ട്. ഈ ശനിയുടെ പൂജയൊക്കെ ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും ശനിക്ക് പൂജ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഒരു ദിവസം പൂജ ചെയ്തുകൊണ്ട് കാര്യമില്ല, 3 ദിവസം അടുപ്പിച്ച് ചെയ്യണം. ശനിക്ക് എന്ത് ചെയ്യുമ്പോൾ 3 ദിവസം അടുപ്പിച്ച് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണതയിലെത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ അടുത്തൊക്കെ പലരും പൂജാ പരിഹാരത്തിനൊക്കെ വന്നിട്ട് ഈ ബിസിനസ്സുകാരായിരിക്കും. അപ്പോൾ നമ്മൾ അവരോട് പറയും നിങ്ങൾ ബിസിനസ്സല്ലേ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശനിയുടെ പൂജ ഞാൻ ചെയ്തു തരാം. അതിനധികം ടൈമൊന്നും വേണ്ട, ഒരു 3-4 മണിക്കൂർ മതി, രാത്രി കാലങ്ങളിൽ ചെയ്തു തരാം. തീർച്ചയായിട്ടും ഇപ്പോൾ എൻ്റെ ഒരു 10 ഇരട്ടി സ്റ്റെപ്പിലേക്ക് പോവാം, അപ്പോൾ പിന്നീട് വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അവർ ഓക്കെ എന്നൊക്കെ പറയും. പക്ഷേ പിന്നീട് ആ വഴി വരില്ല. കാരണം അവർക്ക് പിന്നീട് ആ ഫീല് വരില്ല. അവരെ സംബന്ധിച്ച് ഈ ദോഷം മാറി കഴിയുമ്പോൾ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാവും. പിന്നെ അടുത്ത ഇതിലേക്ക് വരേണ്ട കാര്യമില്ല. പിന്നീട് വല്ല നെഗറ്റീവ് എനർജി വരുമ്പോൾ മാത്രമേ അവർ നമ്മളുടെ അടുത്ത് വരും. ഒരു 3-4 വർഷം 5 വർഷം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ആ സമയത്ത് വന്നിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയും. ഈ ശനിയുടെ പൂജയുടെ ദിവസം അവർ പറയില്ല. കാരണം ഇതേവരെ നമുക്കങ്ങനെ ശനിക്ക് പൂജ കൊടുക്കേണ്ട വന്നിട്ടില്ല. കാരണം അവരോട് പറയുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് ആ സമയത്ത് പൂജ ടൈമിൽ ത്രില്ലടിച്ചിട്ട് പറയും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണം, അത്രയും ടോപ്പിലേക്ക് പോകണമെന്നൊക്കെ ഉണ്ടെന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞ് പോയിട്ട് പിന്നീട് ഒരു 3-4 വർഷം കഴിഞ്ഞ് വരുമ്പോൾ അല്ല അന്നത് പറഞ്ഞിട്ട് എന്ത് പിന്നെ തിരക്കായിരുന്നു, തിരക്കിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് നോക്കാൻ വന്നതെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഈ ബിസിനസ്സുകാർക്കൊക്കെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ട് ശനീനെ നമ്മൾ ദേവനായിട്ട് കണക്ക് കൂട്ടിയിട്ട് പൂജയും കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉയർച്ചയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ തുലാക്കൂറുകാർക്ക് ശനി 3ലേക്ക് മാറുകയാണ്. അപ്പോൾ ഏഴരശനിയുടെ പിടിവിട്ട് മാറും. അവരെ സംബന്ധിച്ച് ഗുണവാനായ സ്ഥാനത്തേക്ക് വരും. പിന്നെ അടുത്തത് വിശാഖം കാല് അനിഴം തൃക്കേട്ട ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ശനി 2ലേക്ക് വരികയാണ്. അതായത് ജന്മത്തിൽ നിന്ന് ശനി 2ലേക്ക് മാറുമ്പോഴും ഏഴരശനിയുടെ ഇനി 2.5 വർഷം കൂടി അനുഭവിക്കാനുള്ളൊരു കാലമുണ്ട്. മൂലം പൂരാടം ഉത്രാടം കാല് ചേർന്ന ധനുക്കൂറുകാർക്ക് ശനി ജന്മത്തിലാണ് വരുന്നത്. ജന്മം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന രാശിയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ചും ഏഴരശനി കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ഈ ഏഴരശനി കാലഘട്ടത്തിലും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ശനിസ്തവം ജപിക്കുക വൈകിട്ട് സന്ധ്യയ്ക്ക് ശേഷം. കാരണം ശനി രാത്രിയുടെ അതിദേവനാണ്, പകൽ സൂര്യനാണ്. സൂര്യന് ശനി അച്ഛനും മകനാണെങ്കിൽ പോലും അവർ ശത്രുക്കളാണ്. അതുകൊണ്ടാണ് രാത്രിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ പകൽ ശനിയെ ജപിച്ചിരുന്നിട്ട് നമുക്ക് ഗുണമൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഗുണമൊന്നും കിട്ടില്ല. കാരണം നമ്മൾ നമ്മളുടെ ശത്രുവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അതുകൊണ്ട് ശനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ എല്ലാം രാത്രികളിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലസിദ്ധി കൂടുതലായിരിക്കും. അതായത് ശനീശ്വരൻ കോയിലിൽ പോയി തൊഴുന്നത് രാത്രി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ നമ്മളുടെ പ്രാർത്ഥനകളും മറ്റുള്ള ഈ നീരാഞ്ജനം കത്തിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് രാത്രി കാലങ്ങളിൽ ചെയ്താൽ ഗുണം കൂടുതലായിരിക്കും, പകലാകുമ്പോൾ ഗുണം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ധനുരാശിയിൽ ലഗ്നത്തിലേക്ക് വരികയാണ്. അത് കഴിഞ്ഞിട്ട് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം ആദ്യപാദം ചേർന്ന മകരക്കൂറുകാർക്ക് ശനി 2ൽ നിൽക്കുമ്പോൾ ഈ ഏഴരശനി കാലഘട്ടം തന്നെയാണ്. ഏഴരശനി കാലഘട്ടം വരുമ്പോൾ ഈ പറഞ്ഞ തന്നെ പ്രതിവിധി. ഇത് കഴിഞ്ഞ് അവിട്ടം 2ാം പാദവും ചതയം പൂരുട്ടാതി മുക്കാല് ചേർന്ന കുംഭക്കൂറുകാർക്ക് 11ലാണ് വരുന്നത്.
അപ്പോൾ സർവാഭീഷ്ടത്തിൽ വരികയാണ് ശനി. അപ്പോൾ ഇഷ്ടം പോലെ വാരിത്തരുന്നൊരു കാലമാണ്. സർവാഭീഷ്ടത്തിൽ നിൽക്കുന്ന ശനിയാണ്. അവരൊരു കാരണവശാലും ഇതിലൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ അവർക്ക് ലഗ്നാധിപനായ ശനിയും കൂടിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ശനി 11 വരുമ്പോൾ ഒരുപാട് ഉയർച്ച കാലഘട്ടം ഉണ്ടായിരിക്കും. കാരണം ലഗ്നാധിപനാണ്, അവരുടെ നക്ഷത്രത്തിൻ്റെ അധിപനും കൂടിയാണ്. അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ ഇപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്നു എന്നുള്ള പോലെയുള്ള കുറച്ചുകൂടിയുള്ള ഒരു ആനുകൂല്യം ഉണ്ടാവും. പിന്നെ പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി ചേർന്ന മീനക്കൂറുകാർക്ക് ശനി 10ലേക്കാണ് വരുന്നത്. അവരെ സംബന്ധിച്ച് കണ്ടകശനി കാലഘട്ടമാണ്. അപ്പോൾ ഈ പറഞ്ഞ രാശികളിലെല്ലാം 12 രാശികളിലും ശനിയുടെ ഭാവം വരുമ്പോൾ നമ്മൾ മറ്റുള്ള ആളുകൾ പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ ഒന്നും പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ശനിയെ ശനിസ്തവം എന്ന മന്ത്രം ചൊല്ലി വൈകിട്ട് സമയങ്ങളിൽ 3 പ്രാവശ്യം ജപിക്കുക. അത് നമ്മളിപ്പോൾ യാത്ര പോവുകയാണെങ്കിൽ അവിടെ നിന്നും ജപിക്കാം. പിന്നെ പകലൊക്കെ നോൺ വെജ് കഴിച്ചു അതുകൊണ്ട് ഭഗവാന്റെ മന്ത്രം ജപിച്ചാൽ എന്ത് അതൊന്നും ഒരു കുഴപ്പമില്ല. ശനീനെ സംബന്ധിച്ച് അങ്ങനെ രാത്രി പകൽ സമയങ്ങളിൽ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതുകൊണ്ടൊന്നും ഒരു കാരണവശാലും ഫലിക്കാതൊന്നും വരില്ല. അപ്പോൾ ശനിയെ പേടിച്ചിട്ട് നമ്മളുടെ ജീവിതം, ചിലർ പറയാറുണ്ട് ഇനി ശനിയാണ് വരുന്നത്, കണ്ടകശനി കൊണ്ടേ പോകും. അത് ഒരു പഴഞ്ചൊല്ലാണ്. കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് പറഞ്ഞാലും പലരും പറഞ്ഞിട്ടുണ്ട് ഈ കണ്ടകശനി കാലഘട്ടത്തിൽ വീടുണ്ടായിട്ടുണ്ട്, വാഹനം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ എല്ലാ ഗുണകാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഗുണം സംഭവിക്കും, ദോഷം സംഭവിക്കും. അതേപോലെ ആവശ്യമില്ലാത്ത അപവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇല്ല നമ്മൾ പറയുന്നില്ല. എന്നിരുന്നാലും ശനിക്ക് ഈ പറഞ്ഞ ശനിസ്തവ മന്ത്രം ചൊല്ലി പ്രീതിപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഇവർ മറ്റുള്ള ആചാര്യന്മാർ പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെയൊന്നും ശനിയെ പേടിച്ച് നിൽക്കേണ്ടതെന്ന് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം. അതേപോലെ ശനിദശ വരുമ്പോൾ തുടക്കത്തിലെ ശനിയുടെ സ്വാപഹാര കാലഘട്ടത്തിൽ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളൂ. പിന്നീടുള്ള കാലങ്ങളിലെല്ലാം ശനി ഇഷ്ടംപോലെ വാരി കൊടുക്കുന്നുണ്ട്. അത് പലർക്കും മനസ്സിലാവുന്നത് ശനിദശ കഴിഞ്ഞ് അടുത്ത ബുധൻ സ്റ്റാർട്ടാകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്തരം കാലമായിരുന്നു നല്ലൊരു കാലഘട്ടം, ഇവർ പറഞ്ഞ പോലെയൊന്നും അല്ലായിരുന്നു, അടുത്ത സ്റ്റേജ് വരുമ്പോൾ മോശമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശനി ഗുണവാനായിരുന്നു എന്നുള്ള ആ ഒരു ബോധം അല്ലെങ്കിൽ ബോധ്യം ആചാര്യന്മാർക്കോ അല്ലെങ്കിൽ നമുക്കില്ലാതെ പോകുന്നതുകൊണ്ടാണ് ഈ ശനിയെ നിഷിച്ച് പറഞ്ഞ് നമുക്ക് കിട്ടേണ്ട സൗഭാഗ്യം അത് അനുഭവിക്കാതെ ബുദ്ധിമുട്ടിലേക്ക് ജീവിതം തള്ളിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ശനിയെക്കുറിച്ചുള്ള എല്ലാവർക്കും ഉള്ളൊരു ആധി അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഒക്കെ ഇതോടുകൂടി സാറ് കുറവേത് തന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ശനി എന്ന് കരുതിയിട്ട് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശനീസ്തവം സാറ് പറഞ്ഞതുപോലെ അത് പഠിച്ചത് മനഃപ്പാടമാക്കി വയ്ക്കുക. നോൺ വെജ് കഴിച്ചെന്ന് വെച്ചിട്ട് അത് പറയാതിരിക്കേണ്ട, അങ്ങനത്തെ ഒന്നും യാതൊരു പ്രശ്നവും ഇവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ എല്ലാവരും ശനി എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും അവരവരുടെ കർമ്മം ചെയ്തിട്ട് നല്ല രീതിയിൽ സന്തോഷമായി മുമ്പോട്ട് പോകാൻ ഒരു വഴി ആണ് സാറിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പരിഹാരം നമുക്ക് ഉപദേശിച്ചു തന്ന് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇനി മറ്റൊരു സംശയ പരിഹാരവുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സാറുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.